ഗുഡ് മോർണിംഗ്. പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 7 ഇൻറ്റഗ്രേഷൻ. ദിസ് ഇസ് പാർട്ട് 6. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7.4 ഇൻറ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫങ്ഷൻസ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 6 ഫോർമുലാസ് പഠിക്കും. അതുകൂടാണ്ട് 4 ഇൻറ്റഗ്രൽസ് പഠിക്കും. ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന 4 ഇൻറ്റഗ്രൽസും കൂടി നമ്മൾ ഇന്ന് പഠിക്കും. ഈ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള 14 പ്രോബ്ലംസ് ആണ് നമ്മൾ പിന്നീട് സോൾവ് ചെയ്യുന്നത്. നൗ ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം. ഫസ്റ്റ് വൺ ഇൻറ്റഗ്രൽ 1/x² - a² dx. അതായത് നമ്മുടെ ഫംഗ്ഷൻ 1/x² - 25 x² - 5² ആ ഫോമിലുണ്ടെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇൻറ്റഗ്രൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റഗ്രൽ 1/a² - x², 1/x² + a². ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫോർമുലാസ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. 4, 5, 6 സെയിം ഫംഗ്ഷൻ ആണ്, പക്ഷെ അതിൻ്റെ റൂട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ x² - a², ഇവിടെ റൂട്ട് ഓഫ് x² - a². ഇൻറ്റഗ്രൽ 1/√x² - a² dx, ഇൻറ്റഗ്രൽ 1/√a² - x² dx, ഇൻറ്റഗ്രൽ 1/√x² + a² dx. ഓക്കെ, ഇപ്പോൾ ഈ 6 ഫോർമുലാസ് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യും. ഡെറിവേഷൻ പഠിച്ച് വെച്ചേക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രൂഫും കൂടി പഠിക്കണം. ഫോർമുല പഠിക്കണം, അതിൻ്റെ പ്രൂഫും കൂടി പഠിച്ച് വെച്ചേക്കണം. 6 ഇക്വേഷൻസിന് ശേഷം നമ്മൾ ഈ 4 ഫോംസും കൂടി നോക്കും. ഇതിനെ നമ്മൾ നേരത്തെ കണ്ട ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. സിമിലറായ മെത്തഡാണ്. ഈ രണ്ടിടത്തിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും സിമിലറായ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഈ രണ്ടെണ്ണം, അവസാനത്തെ രണ്ടെണ്ണം സിമിലറായ ഒരു മെത്തഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതും കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ ഇൻറ്റഗ്രൽ dx / x² - a² ഈക്വൽ ടു 1/2a log മോഡുലസ് ഓഫ് x - a ഡിവൈഡഡ് ബൈ x + a + c. ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. പ്രൂഫും കൂടി പഠിച്ച് വെച്ചേക്കണം. ഫംഗ്ഷൻ ഇസ് 1/x² - a². Now this is of the form a² - b². a² - b² is a minus b into a plus b. So we can write x² - a² as x minus a into x plus a. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസ് ന്യൂമറേറ്ററിലേക്കും കൊണ്ടുവരാൻ നമ്മൾ നോക്കും. ആ ടൈപ്പ് 1-2 പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2a. Okay, multiplying numerator and denominator by 2a, we get 2a, here 1/2a, x minus a into x plus a. Now this 2a, we can write it as a plus a. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ടേം ആഡ് ചെയ്യും, അതേ ടേം മൈനസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ എക്സ് പ്ലസ് എ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് എ മൈനസ് എക്സ് പ്ലസ് എ. എക്സ് ആഡ് ചെയ്തു, എക്സ് സബ്സ്ട്രാക്ട് ചെയ്തു, അവിടെ എഫക്റ്റ് ഒന്നും വരുന്നില്ല, 2a തന്നെ കിട്ടും. സോ ആഡ് എക്സ് സബ്സ്ട്രാക്ട് എക്സ്, എക്സ് പ്ലസ് എ, ഈ രണ്ട് ടേംസ് ഒന്നിച്ചെടുക്കാം. ടേക്ക് ദീസ് 2 ടേംസ് ടുഗെദർ, ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. എക്സ് പ്ലസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. Now here we have minus x plus a. Take a minus sign outside. We get x minus a. ഈ പ്ലസ്സിലത് മൈനസ് ആയിട്ട് വരും. ഒരു മൈനസ് സൈൻ ബ്രാക്കറ്റിന് പുറത്ത് വെച്ചിട്ടുണ്ട്. മൈനസ് ഓഫ് എക്സ് മൈനസ് എ. Now take second term divided by x plus a into x minus a. Now x plus a divided by x plus a into x minus a. x plus a cancel ചെയ്ത് പോകും, 1/x minus a എന്ന് കിട്ടും. x minus a divided by x plus a into x minus a. x minus a cancel ചെയ്ത് പോകും, 1/x plus a എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് 1/x minus a minus 1/x plus a ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. 1/x minus a into x plus a ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷനെ നമ്മൾ 1/2a 1/x minus a minus 1/x plus a ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. Now we know that integral of 1/x is log x. Integral of 1/x minus is log x minus a. Integral of 1/x plus is log x plus a. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻറ്റഗ്രൽ കാണാൻ പറ്റുന്ന ഫോമിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തു. സോ ഗിവൻ ഇൻറ്റഗ്രൽ I is equal to integral 1/x² - a² dx, that is equal to 1/2a integral of 1/x minus a minus 1/x plus a dx. Now integral of 1/x minus is log modulus x minus a. Integral of 1/x plus is log modulus x plus a plus c. So 1/2a. Now this is of the form log a minus log b. Log a minus log b is log a by b. So we get 1/2a log modulus of x minus a divided by x plus a plus c.
So integral 1 by x square minus a square dx is equal to 1 by 2a log x minus a divided by x plus a plus c. Formula നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Now second one, integral 1 by a square minus x square dx is equal to 1 by 2a log modulus a plus x divided by a minus x plus c. Now here function is 1 by a square minus x square which is equal to a minus x into a plus x. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്തു. Now this 2a is equal to a plus a, then take plus x minus x. അപ്പോൾ ഇവിടെ നമുക്ക് a plus x, a minus x ആ രണ്ട് ടേംസ് ഇവിടെ വന്നു. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസ് തന്നെ ന്യൂമറേറ്ററിലും വന്നു. Now take these two terms together, a plus x divided by a minus x into a plus x, a minus x divided by a minus x into a plus x. Now cancelling a plus x, we get 1 by a minus x. Here we can cancel a minus x. So we get 1 by a plus x. Integral of 1 by x is log x. Integral of 1 by a minus x is log modulus a minus x divided by minus 1. ഇവിടെ a minus xന്റെ ഡെറിവേറ്റീവ് -1 ആണ്. ആ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Log of a minus x divided by -1. Integral of 1 by a plus x is log a plus x. Integral of 1 by x അല്ലെങ്കിൽ 1 by x plus 1, 1 by x plus 2 അതൊക്കെ വരുന്ന സമയത്ത് log x plus 1, log x plus 2 ഒക്കെ വരും. പക്ഷേ എക്സിന്റെ കോയിഫിഷ്യന്റ് -1 വന്നാൽ log a minus x ഡിവൈഡഡ് ബൈ -1 ഉണ്ട്. അത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ a മൈനസ് എക്സിന് ടി എന്ന് കൊടുത്താൽ മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി, മൈനസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി, ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി. ആ ഒരു മൈനസ് ഇവിടെ എക്സ്ട്രാ വരും. അപ്പോൾ നമ്മളിത് ഓർത്ത് വെച്ചേക്കണം. ഇൻറ്റഗ്രൽ ഓഫ് 1 ബൈ എ മൈനസ് എക്സ് ഇസ് ലോഗ് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ഓർ മൈനസ് ലോഗ് മോഡുലസ് ഓഫ് എ മൈനസ് എക്സ്. So given integral 1 by a square minus x square dx is equal to 1 by 2a integral of 1 by a minus x plus 1 by a plus x dx. So splitting into two integrals, we get integral 1 by a minus x dx plus integral 1 by a plus x dx. 1 by 2a ഇവിടെ constant അതുപോലെ എഴുതണം. Now integral of 1 by a minus x is log modulus of a minus x divided by -1. Integral of 1 by a plus x is log modulus of a plus x plus c. Now this first term is minus log modulus a minus x plus log modulus of a plus x. Now this is of the form log a minus log b, which is log a by b. So integral 1 by a square minus x square dx is equal to 1 by 2a log a plus x divided by a minus x plus c. Now third one, integral 1 by x square plus a square dx equal to 1 by a tan inverse x by a plus a. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ്. നമ്മൾ ഇതിൻ്റെ പ്രൂഫും കൂടി പഠിച്ചു വെച്ചേക്കണം. ഹിയർ function is 1 by x square plus a square. So put x equal to a tan theta. ഓക്കെ, നമ്മൾ നേരത്തെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ. Now differentiating we get dx is equal to a into derivative of tan theta is sec square theta d theta. So given integral 1 by x square plus a square dx is equal to integral 1 by x square is a square tan square theta plus a square. Dx is a sec square theta d theta. Now from denominator take a square outside. So a square into tan square theta plus 1. Now tan square theta plus 1 is equal to sec square theta. അതുപോലെ തന്നെ ഇവിടെ ഒരു a ക്യാൻസൽ ചെയ്ത് പോകും, 1 by a എന്ന് കിട്ടും. ന്യൂമറേറ്റർ sec square theta, denominator is also sec square theta. Now cancelling sec square theta we get 1. Now take 1 by a outside the integral, 1 by a integral 1 d theta. Integral is with respect to theta. Integral of 1 d theta is theta. Now from this equation x equal to a tan theta, x by a is equal to tan theta, theta is equal to tan inverse of x by a. Okay, ആദ്യം a നെ ഇങ്ങോട്ടേക്ക് എടുക്കണം, x by a. x by a is equal to tan theta. So theta is equal to tan inverse of x by a. So we get 1 by a tan inverse x by a plus c.
So we have integral 1 by x square plus a square dx is equal to 1 by a tan inverse x by a plus c. Now fourth one, integral dx divided by root of x square minus a square. Integral of dx divided by root of x square minus a square is equal to log of modulus x plus root of x square minus a square plus c. Now here we have x square minus a square. So substitution is x is equal to a sec theta. When we have the expression x square minus a square, we have to give substitution x is equal to a sec theta. Differentiating, we get dx is equal to a into derivative of sec theta. Derivative of sec theta is sec theta tan theta d theta. So given integral becomes 1 by root of x is a sec theta. So a square sec square theta minus a square. From denominator, take a square outside. A square into sec square theta minus 1. Root of a square is a. Numerator is a sec theta tan theta. Denominator becomes a into root of sec square theta minus 1. We know that 1 plus tan square theta is sec square theta. So sec square theta minus 1 is tan square theta. Now root of tan square theta is tan theta. Now cancelling this a, we get integral sec theta tan theta divided by tan theta into d theta. Now cancelling tan theta, we get integral sec theta d theta. Now integral of sec theta is log modulus sec theta plus tan theta. Okay, integral of sec theta is log modulus of sec theta plus tan theta plus c. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ തീറ്റ ഇൻ ടേംസ് ഓഫ് തീറ്റ എന്നിരിക്കുന്നത് നമ്മൾ ഇതിനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സീക് തീറ്റ കിട്ടും. സീക് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എ. ടാൻ തീറ്റനെയും എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. I is equal to log of modulus sec theta plus tan theta plus c. Now x is equal to a sec theta. Sec theta is equal to x by a. We know that 1 plus tan square theta is sec square theta. Tan square theta equal to sec square theta minus 1. Tan theta equal to root of sec square theta minus 1. Now sec theta is x by a. Sec square theta is x square by a square. So root of x square by a square minus 1. That is equal to root of x square minus a square whole divided by a square. That is root of x square minus a square by a. Okay, tan theta is root x square minus a square divided by a. Root of a square is a. So sec theta x by a. Sec theta ഉള്ള സ്ഥലത്ത് x by a എന്ന് എഴുതണം. tan theta ഉള്ള സ്ഥലത്ത് root of x square minus a square divided by a. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. നമ്മൾ ഇതിനെ x plus root of x square minus a square divided by a എന്ന് എടുക്കാം. Now it is of the form a by b. Log of a by b is equal to log a minus log b. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. Log of x plus root of x square minus a square whole divided by a is equal to log of modulus x plus root of x square minus a square minus log a plus c. ഇനി രണ്ട് കോൺസ്റ്റൻസും ചേർത്തിട്ട് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ സി എന്ന് എഴുതണം. ക്യാപിറ്റൽ സി is equal to minus log a plus c. So integral 1 by root of x square minus a square dx is equal to log modulus x plus root of x square minus a square plus c. Now fifth one, integral 1 by root of a square minus x square dx equal to sin inverse x by a plus c. ഇതുപോലെ ഇരിക്കുന്ന ഒരു റിസൾട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ ഓഫ് 1 by root of 1 minus x square dx. Integral 1 by root of 1 minus x square. A square ഉള്ള സ്ഥലത്ത് 1 square equal to sin inverse x. ഇവിടെ ഇപ്പോൾ a square ആണ്. a square വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ? sin inverse x by a plus c. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എക്സ്പ്രഷൻ a square minus x square. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് x equal to a sin theta. ഓക്കെ, a square minus x square ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ x is equal to a sin theta. Differentiating, we get dx is equal to a into derivative of sin theta cos theta. So a cos theta d theta. So given integral becomes 1 by root of a square minus x is equal to a sin theta. So a square sin square theta. Dx is equal to a cos theta d theta. Okay, so here a cos theta d theta. Now take a square outside. Root of a square is a. So a into root of 1 minus sin square theta. Now 1 minus sin square theta is cos square theta. Root of cos square theta is cos theta.
Now cancelling a, we get cos theta divided by root of 1 minus sin square theta. 1 minus sin square theta is cos square theta. Root of cos square theta is cos theta. So we get cos theta by cos theta d theta. That is 1 d theta. Integral of 1 d theta is theta. Now from this equation, x by a is equal to sin theta. So theta is equal to sin inverse x by a. So sin inverse x by a plus c. So integral 1 by root of a square minus x square dx is equal to sin inverse x by a plus c. Now sixth one, integral 1 by root of x square plus a square dx. X square plus a square വന്നാൽ നമ്മൾ കൊടുക്കേണ്ട substitution x is equal to a tan theta. Now differentiating we get dx is equal to a sec square theta d theta. So given integral becomes 1 by root of x is a tan theta. So a square tan square theta plus a square. Dx is a sec square theta d theta. Now a square is common. Root of a square is a. Inside root we have tan square theta plus 1. 1 plus tan square theta is sec square theta. Root of sec square theta is sec theta. So we get integral sec square theta divided by sec theta d theta. So cancelling sec theta, we get integral sec theta d theta. Integral of sec theta is log modulus sec theta plus tan theta plus c. Okay, log of modulus tan theta plus sec theta plus c. ഇവിടെ നിന്ന് നമുക്ക് tan theta കിട്ടും. Tan theta is x by a. അതിനുശേഷം sec theta എന്നെയും നമ്മൾ xലേക്ക് കൺവേർട്ട് ചെയ്യണം. X equal to a tan theta. So tan theta equal to x by a. We know that 1 plus tan square theta is sec square theta. So sec theta equal to root of 1 plus tan square theta. Tan theta is x by a. So we get x square by a square. So taking a square as denominator, we get a square plus x square divided by a square. So that is root of a square plus x square by a square. Root of a square is a. So root of x square plus a square divided by a. ഇപ്പോൾ sec theta ഉള്ള സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത് root of x square plus a square divided by a. Tan theta is x by a. Sec theta is root of x square plus a square divided by a. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഈ ടേമിനെ നമുക്ക് എങ്ങനെ എടുക്കാം? x plus root of x square plus a square whole divided by a. It is of the form log a by b. Log a by b is equal to log a minus log b. So log of modulus x plus root of x square plus a square minus log a plus c. ഈ രണ്ട് കോൺസ്റ്റൻസ് ചേർത്തിട്ട് നമ്മൾ c ആയിട്ട് എടുക്കും. So answer is log of modulus x plus root of x square plus a square plus c. So integral 1 by root of x square plus a square dx is equal to log modulus x plus root of x square plus a square plus c. അപ്പോൾ നമ്മളിവിടെ 6 ഇക്വേഷൻസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 1 by x square minus a square 1 by a square minus x square വന്നാൽ സിമിലർ ആയ ഇക്വേഷനാണ്. 1 by 2a log ഇവിടെ x square minus a square അന്നേരം വരുന്നത് x minus a divided by x plus a. a square minus x square വന്നാൽ log a plus x divided by a minus x. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിട്ടും എഴുതാം. 1 by a square plus x square വന്നാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് 1 by a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വന്നാലും 1 by റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവും സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് സിമിലർ ആയ ഇക്വേഷൻ ആണ് അവിടെ 1 സ്ക്വയർ ഇവിടെ എ സ്ക്വയർ. അപ്പോൾ ഇന്റഗ്രൽ വരുന്ന സമയത്ത് 1 by a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇനി നാലാമത്തെ ഇക്വേഷനും ആറാമത്തെ ഇക്വേഷനും ഒന്നിച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇവിടെ 1 by റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഇവിടെ 1 by റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. രണ്ടിനും സിമിലർ ആയ ആൻസർ ആണ് വരുന്നത്. ലോഗ് ഓഫ് മോഡുലസ് എക്സ് പ്ലസ് ഇവിടെ ഉള്ള ടേം തന്നെയാണ് ഇവിടെ വരുന്നത്. ലോഗ് ഓഫ് മോഡുലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. അതുപോലെ ഇവിടെയും ലോഗ് ഓഫ് മോഡുലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ച 6 ഇക്വേഷൻസ് ആണിത്. ഇൻറ്റഗ്രൽസിൻ്റെ 6 ഫോർമുലാസ് ആണ്. ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാനിനി പറയാൻ പോകുന്നത്. 2 ഇക്വേഷൻസ് വീതം എടുക്കുക. സിമിലർ ആയ 2 ഇക്വേഷൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇൻറ്റഗ്രൽ 1 by x square മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു
1/2a log modulus of x minus a divided by x plus a plus c. x square minus a square വരുമ്പോൾ x minus a by x plus a. a square minus x square വന്നാൽ 1/2a log a plus x divided by a minus x. a ആണ് ആദ്യം വരുന്നത്, ഇവിടെ a plus x by a minus x. ഓരോ ഫോർമുലയുടെയും ഒരു 3 പ്രോബ്ലംസ്, വളരെ സിമ്പിളായ 3 പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കും. ഫോർ എക്സാമ്പിൾ കൺസിഡർ ഇന്റഗ്രൽ 1 by x square minus 3 square dx, x square minus a square, x square minus 3 square, a is 3. 1/2a log x minus a divided by x plus a plus c, a is 3. So 1/2 into 3 log x minus 3 divided by x plus 3 plus c. ഇവിടെ ആകുമ്പോൾ എന്ത് വരും? 1/2 into 3 log 3 plus x divided by 3 minus x plus c. Integral 1 by x square minus 4 square dx is 1/2 into 4 log x minus 4 divided by x plus 4. a is 4, so 1/2 into 4 log x minus 4 divided by x plus 4 plus c. 1/4 square minus x square. Integral 1/4 square minus x square dx is 1/2 into 4 log 4 plus x divided by 4 minus x. Integral 1 by x square minus 5 square dx. a is 5, so 1/2 into 5 log x minus 5 divided by x plus 5 plus c. Integral 1 by 5 square minus x square. 1/2 into 5 log 5 plus x divided by 5 minus x. ഓരോ ഫോർമുലയുടെയും 3 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഫോർമുല മനസ്സിൽ ഉറച്ചു നിൽക്കും. അടുത്ത 2 സെറ്റ് എടുക്കുക. ഇന്റഗ്രൽ 1 by x square plus a square dx is 1 by a tan inverse x by a plus c. Integral 1 by root of a square minus x square dx is sin inverse x by a plus c. x square plus a square വരുമ്പോഴാണ് tan inverse. root of a square minus x square വന്നു കഴിഞ്ഞാൽ sin inverse. Integral 1 by x square plus 3 square dx. a is 3. 1 by 3 tan inverse x by 3 plus c. Integral 1 by x square plus 4 square dx. a is 4. 1 by 4 tan inverse x by 4. a is 5. 1 by 5 tan inverse x by 5. Integral 1 by root of 3 square minus x square. a is 3. Sin inverse x by 3. a is 4. Sin inverse x by 4. a is 5. Sin inverse x by 5. ഇനി വരുന്ന ലാസ്റ്റ് 2 ഫോർമുലാസ്. ഇന്റഗ്രൽ 1 by root of x square plus a square dx is log x plus root of x square plus a square plus c. ഒരു x എന്ന് പറഞ്ഞ ടേം ഇവിടെ വരും, x plus പിന്നെ സെയിം ടേം ആണ് root of x square plus a square. Integral 1 by root of x square minus a square dx is log x plus സെയിം ടേം ആണ് ഇവിടെ വരുന്നത്, log of x plus root of x square minus a square plus c. Integral 1 by root of x square plus 3 square is log modulus of x plus root of x square plus 3 square plus c. Integral 1 by root of x square plus 4 square dx is log modulus of x plus root of x square plus 4 square plus c. Integral 1 by root of x square plus 5 square dx is log modulus of x plus root of x square plus 5 square plus c. Integral 1 by root of x square minus 3 square. ഇക്വേഷനിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്, ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സോ ഇന്റഗ്രൽ 1 by root of x square minus 3 square dx is log modulus of x plus root of x square minus 3 square plus c. Integral 1 by root of x square minus 4 square is log x plus root of x square minus 4 square plus c. Integral 1 by root of x square minus 5 square dx is log x plus root of x square minus 5 square plus c. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ 6 ഇക്വേഷൻസും നന്നായിട്ട് ബൈ ഹാർട്ടായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ 6 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോർമുല നന്നായിട്ട് ബൈ ഹാർട്ട് ആകും. Now first one, integral 1 by x square minus 16 dx. 16 is equal to 4 square. So this is of the form 1 by x square minus a square. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നിർബന്ധമായിട്ടും എഴുതണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇന്റഗ്രൽ 1 by x square minus a square dx. ഇതിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ. 1 by 2a log x minus a divided by x plus a plus c. Here a is equal to 4. So 1 by 2a, 2 into 4, a is 4. So 1 by 2 into 4 log of modulus x minus 4 divided by x plus 4 plus c. So 1 by 8 log modulus x minus 4 divided by x plus 4 plus c. ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഫോർമുല അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വച്ചേക്കണം. Now second one, integral sin x divided by 1 minus 4 cos square x dx.
ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇരിക്കുന്നത്. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന 4 കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. 1 becomes 1/4. 4 into 1/4 minus cos square x. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോസ് എക്സിനെ ടി ആയിട്ട് എടുക്കണം. ഡിഫറൻഷിയേറ്റിംഗ് വി ഗെറ്റ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി, സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി. സോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് 1/4 ഇന്റഗ്രലിന്റെ പുറത്ത് വെക്കണം. ഇന്റഗ്രൽ 1/4 is 1/2 whole square. Cos x is t, so minus t square into dx is minus dt. Now multiply these terms by minus 1, we get t square minus 1/2 whole square. Okay, minus 1 ഇവിടെ multiply ചെയ്യാം. This terms becomes minus t square ഉള്ളത് plus t square ആയിട്ട് വരും. 1/2 whole square ഉള്ളത് minus 1/2 whole square ആയിട്ട് വരും. Now this is of the form integral 1/x square minus a square. ഓക്കെ, ഇതാണ് വേരിയബിൾ. ടി ആണ് നമ്മുടെ വേരിയബിൾ. 1/x square minus a square. Integral of 1/x square minus a square dx is 1/2a log modulus x minus a divided by x plus a plus c. Here a is equal to 1/2. So I is equal to 1/4 integral 1/t square minus 1/2 whole square dx. A is 1/2. 1/2a, that is 1/2 into 1/2 log of modulus x minus a divided by x plus a. ഇവിടെ x ഉള്ള സ്ഥലത്ത് t ആണ്, a ഉള്ള സ്ഥലത്ത് 1/2. So log of modulus t minus 1/2 divided by t plus 1/2 plus c. Now here take denominator 2, 2t minus 1 divided by 2, 2t plus 1 divided by 2. Okay, now this 2 cancel ചെയ്ത് പോകും. 2 into 1/2 is 1. അപ്പോൾ ഇവിടെ 1/4 ഉണ്ടാകും. ഇവിടെ ഡിനോമിനേറ്റർ 2 എടുത്തു കഴിഞ്ഞാൽ 2t minus 1/2, ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്ററും 2 എടുക്കണം. അപ്പോൾ 2t plus 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും. 2t minus 1 divided by 2t plus 1 എന്ന് കിട്ടും. So 1/4 log modulus 2t minus 1 divided by 2t plus 1 plus c. Now replace this t by cos x. Okay, നമ്മൾ tക്ക് എടുത്തിരിക്കുന്നത് cos x ആണ്. Now replace t by cos x. So answer is 1/4 log modulus 2 cos x minus 1 divided by 2 cos x plus 1 plus c. Now third one, integral 1/6 minus x square dx. Now this 6 we can write it as root 6 whole square. Okay, 6നെ root 6 whole square ആയിട്ട് എഴുതണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. 1/a square minus x square. Integral of 1/a square minus x square dx is equal to 1/2a log a plus 6 divided by a minus 6 plus c. a ഉള്ള സ്ഥലത്ത് root 6 ആണ് ഇരിക്കുന്നത്. So 1/2a, 1/2 into root 6 log modulus a plus x root 6 plus x divided by a minus x root 6 minus x plus c. So answer is 1/2 root 6 log modulus root 6 plus 6 divided by root 6 minus x plus c. Now fourth one, integral 1/9 plus x square. 9 is equal to 3 square. So this integral is of the form 1/a square plus x square. Integral of 1/a square plus x square dx is 1/a tan inverse x by a, where a is equal to 3. So 1/3 tan inverse x by 3 plus c. The formula നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. Okay, 1/a square plus x square. Integral is 1/a tan inverse x by a. a ഉള്ള സ്ഥലത്ത് 3 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. Now fifth one, 1/9x square plus 16. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലില്ല. സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ആ ടൈപ്പാണ് ഇരിക്കുന്നത്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. പക്ഷെ ഇവിടെ 9 ആണ് ഇരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ 9നെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, 9 കോമൺ ആയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 9 into x square plus 16/9. ഓക്കെ, കോൺസ്റ്റന്റിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 into 9 16 എന്ന് കിട്ടും. So 16 divided by 9. Now 16/9 is equal to 4/3 whole square. 1/9 ഇന്റഗ്രലിനെ പുറത്ത് വെക്കണം. 1/9 integral 1/x square plus 4/3 whole square. Now this is of the form 1/x square plus a square. Integral 1/x square plus a square dx is equal to 1/a tan inverse x by a. a ഉള്ള സ്ഥലത്ത് 4/3. So 1/9
1 by a is 4 by 3. So 1 by 4 by 3, tan inverse of x by a is 4 by 3. So x by 4 by 3 plus c. 1 divided by 4 by 3, take reciprocal of 4 by 3, which is 3 by 4. So 1 by 9 into 3 by 4, tan inverse of x divided by 4 by 3, take reciprocal of 4 by 3, that is 3 by 4. Tan inverse of 3 by 4 x. ഇവിടെ ഒരു 3 cancel ചെയ്തു പോകും, ഇവിടെ 3 ഉണ്ടാകും, 3 into 4 is 12. So 1 by 12 tan inverse 3x by 4 plus c. Now sixth one, integral 1 by root of 4x square minus 1. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 4 ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 4നെ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്ത് വെക്കണം. വെൻ വി ടേക്ക് 4 ഔട്ട്സൈഡ്, this terms becomes x square minus 1 by 4. ഈ കോൺസ്റ്റന്റ് ടേമിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 by 4. റൂട്ട് ഓഫ് 4 is 2. Okay, root of 4 is 2. So we get integral 1 by 2 into root of x square minus 1 by 4 is 1 by 2 whole square. Now we can take 1 by 2 outside the integral. This integral is integral 1 by root of x square minus a square, where a is equal to 1 by 2. Now we know that integral 1 by root of x square minus a square dx is equal to log modulus x plus root of x square minus a square plus c. ഈ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അവിടെ എഴുതണം. എ ഉള്ള സ്ഥലത്ത് ഇവിടെ 1 by 2 എന്ന് കൊടുക്കണം. 1 by 2 ഓൾറെഡി ഇവിടെ ഇരിക്കുന്ന 1 by 2 ആണിത്. ലോഗ് ഓഫ് മോഡുലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 1 by 2 ഹോൾ സ്ക്വയർ. 1 by 2 ഹോൾ സ്ക്വയർ ഇസ് 1 by 4. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 by 4 പ്ലസ് ഇവിടെ ഇരിക്കുന്ന ഈ ബ്രാക്കറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. Now seventh one, integral 1 by root of 25 minus 100 x square dx. ഇവിടെ x squareന്റെ കോയിഫിഷ്യന്റ് 100 ഉണ്ട്. 100നെ നമ്മൾ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കണം. സോ ഡിവൈഡ് 25 by 100. സോ റൂട്ട് ഓഫ് 100 into 25 by 100 minus x square. Now 25 is 5 by 10. Root of 100 is 10. Now we can take 1 by 10 outside the integral. So 1 by 10 integral 1 by root of 5 by 10 whole square minus x square dx. 5 by 10 is 1 by 2. So we get 1 by 2 whole square minus x square. Now this is of the form integral 1 by root of a square minus x square dx. Integral 1 by root of a square minus x square dx is equal to sin inverse x by a plus c. Here a is equal to 1 by 2. So 1 by 10 sin inverse x by a, sin inverse x by 1 by 2. X by 1 by 2 is 2x. So 1 by 10 sin inverse 2x plus c. Integral dx divided by root of 2x minus x square. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലില്ല, ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2x minus x square, ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ്, മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x. ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പിന്നെ ഒരു കോൺസ്റ്റന്റ് വരുന്ന പോലെയാണ് നമ്മൾ മാറ്റേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ കോയിഫിഷ്യന്റ്, ടേക്ക് കോയിഫിഷ്യന്റ് ഓഫ് എക്സ്, ടേക്ക് ഇറ്റ്സ് ഹാഫ്. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഇസ് 2, ഇറ്റ്സ് ഹാഫ് ഇസ് 1. 1 സ്ക്വയർ ആഡ് ചെയ്യണം, മൈനസ് 1 സ്ക്വയർ ചെയ്യണം. എക്സിന്റെ കോയിഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യും, അതേ നമ്പർ മൈനസ് ചെയ്യും വേണം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഈ 3 ടേംസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ കിട്ടും. പിന്നെ ഇവിടെ റിമൈനിങ് ടേം മൈനസ് 1. So we get minus of x minus 1 whole square minus 1. Now take this minus sign inside the bracket. We get 1 minus x minus 1 whole square. Minus 1 ൽ അത് പ്ലസ് 1 ആകും. ഈ പോസിറ്റീവ് ടേം നെഗറ്റീവ് ആയിട്ട് വരും. ഇതുപോലെ എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, എക്സിന്റെ കോയിഫിഷ്യന്റ് ഹാഫ് എടുക്കണം, ആ നമ്പറിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം, അതേ നമ്പർ മൈനസ് ചെയ്യും വേണം. ആ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ പിന്നീടും ചെയ്യും. So I is equal to integral 1 by root of 1 minus x minus 1 whole square dx. Now put x minus 1 is equal to t, derivative of x minus 1 is dx, derivative of t is dt. So dx is equal to dt. So this integral becomes integral 1 by root of 1 minus t square. x minus 1 നെ t ആയിട്ട് എടുക്കണം. So we get 1 minus t square. Now this is of the form integral 1 by a square minus x square dx.
Integral of 1 by root of a square minus x square is sine inverse x by a. So we get sine inverse t by 1. Okay, here variable is t, a is 1. So sine inverse t by 1 plus c. Now t is equal to x minus 1. So we get sine inverse x minus 1 plus c. Now next one. Integral 1 by root of 9x square plus 49. ഇപ്പോൾ ഇവിടെ x സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 9 ഉണ്ട്. നമ്മൾ ആദ്യം 9നെ ബ്രാക്കറ്റിന് പുറത്തേക്ക് വെക്കണം. So 9 into x square plus 49 by 9. Now this 49 by 9 we can write it as 7 by 3 whole square. So this is of the form root of x square plus 7 by 3 whole square. Root of 9 3. അതിവിടെ ഇന്റഗ്രലിന് പുറത്ത് വെച്ചിട്ടുണ്ട്. 1 by 3 integral dx divided by root of x square plus 7 by 3 whole square. Now this is of the form integral 1 by root of x square plus a square, which is equal to log of modulus x plus root of x square plus a square plus c. So answer is 1 by 3 log modulus x plus root of x square plus 7 by 3 whole square plus c. Integral sin 2x cos 2x divided by root of 9 minus cos raised to 4x 2x dx. ഇത് ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലില്ല. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന cos raised to 4 2xനെ cos square 2x whole square എന്ന് എഴുതാം. Now this 9 is 3 square. Second term is cos square 2x whole square. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. cos square 2xനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. Take cos square 2x is equal to t. Derivative of cos square 2x is 2 into cos 2x into derivative of cos 2x. Chain rule ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. cos square 2xന്റെ ഡെറിവേറ്റീവ് 2 into cos 2x into derivative of cos 2x. Derivative of cos 2x is minus sin 2x into derivative of 2x. അതാണ് ഇവിടെ into 2 ചെയ്യുന്നത്. Derivative of cos 2x is minus sin 2x into 2. dx is equal to dt. ഇപ്പോൾ ഇവിടെ 2 into 2 പിന്നെ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. minus 4 sin 2x into cos 2x dx is equal to dt. So we get sin 2x cos 2x dx is equal to dt by minus 4. കോൺസ്റ്റന്റിനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ന്യൂമറേറ്റർ നമുക്ക് കിട്ടി. So we get sin 2x cos 2x dx is equal to dt by minus 4. So this integral is integral 1 by root of 3 square minus t square dt by minus 4. Take 1 by minus 4 outside the integral. Now this is of the form 1 by root of a square minus x square. What is the integral of 1 by root of a square minus x square? Sin inverse x by a. ഇവിടെ വേരിയബിൾ t ആണ്. a is 3. So sin inverse t by 3 plus c. So that is equal to minus 1 by 4 sin inverse t is equal to cos square 2x. So cos square 2x divided by 3 plus c. So answer is minus 1 by 4 sin inverse cos square 2x by 3 plus c. ഈ തന്ന പ്രോബ്ലത്തിനെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ടേം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് cos square 2xന്റെ സ്ക്വയർ ആണെന്ന് നമുക്ക് മനസ്സിലാകും. cos raised to 4 ആണ് ഇരിക്കുന്നത്. cos square 2xന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് dt എന്ന് പറഞ്ഞ ഫോമിലേക്ക് വന്നു. dt by minus 4 വരും. minus 1 by 4 ഇന്റഗ്രലിന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു. Integral 1 by root of a square minus x square, which is sin inverse x by a. Okay, x ഉള്ള സ്ഥലത്ത് ഇവിടെ t ആണ്. So sin inverse t by 3. a is 3. ഇനി t ഉള്ള സ്ഥലത്ത് cos square 2x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. Integrals of the type integral 1 by ax square plus bx plus c or integral 1 by root of ax square plus bx plus c. ഈ രണ്ട് ഫോമിനും സിമിലർ ആയ മെത്തഡാണ്. ഇപ്പൊ രണ്ടും നമുക്ക് ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ചെയ്യേണ്ട മെത്തഡ് ഇതാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം. എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബാക്കി വരുന്ന രണ്ട് ടേംസിനെയും എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബി ബൈ എ എക്സ് പ്ലസ് സി ബൈ എ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ കോയിഫിഷ്യന്റ് ഹാഫ് എടുക്കാം. എക്സിന്റെ കോയിഫിഷ്യന്റ് ബി ബൈ എ, അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു ബി ബൈ എ, ദാറ്റ് ഈസ് ബി ബൈ 2a. എക്സിന്റെ കോയിഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം, അതേ ടേം മൈനസ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ 3 ടേംസ് ചേർത്താൽ എക്സ് പ്ലസ് ബി ബൈ 2a ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ആ ഫോമാണ് ഇത്.
2 into ab, that is 2 into x into b by 2a. അതാണ് ഇവിടെ b by a x എന്ന് കിട്ടുന്നത്. a square plus 2ab plus b square, that is a plus b whole square. So first three terms becomes x plus b by 2a whole square. ബാക്കി രണ്ട് ടേംസ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുക. ഇവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ ആ ഫോമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇൻറ്റഗ്രൽ 1/a ഇൻറ്റഗ്രൽ 1/t സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ടേം, ഈ നമ്പർ ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. രണ്ട് പ്രോബ്ലത്തിലും നമ്മൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിനെ ഇതുപോലെ കൺവേർട്ട് ചെയ്യണം. x plus b by 2a whole square plus c by a minus b square by 4a square. ഇത് ബൈ ഹാർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യണം, ആ നമ്പർ തന്നെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരും, പിന്നെ ഒരു കോൺസ്റ്റന്റ് വരും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ അല്ലെങ്കിൽ ടി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഇൻറ്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരും. ഇൻറ്റഗ്രൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. Now integrals of the form px plus q divided by ax square plus bx plus c or px plus q divided by root of ax square plus bx plus c. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെ ഇതുപോലെ എഴുതണം. px plus q is equal to a into derivative of denominator plus b. Derivative of ax square plus bx plus is 2ax plus b. a into derivative of denominator plus b. അങ്ങനെ ഓർത്ത് വെക്കണം. അതിനുശേഷം എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് വി ഗെറ്റ് വാല്യൂ ഓഫ് എ. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേം വി ഗെറ്റ് വാല്യൂ ഓഫ് ബി. പി എക്സ് പ്ലസ് ക്യൂവിനെ എ ഇൻറ്റു എക്കും ബിക്കും വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുശേഷം പി എക്സ് പ്ലസ് ക്യൂ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് എ കോൺസ്റ്റന്റ് ബി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാകും. ഇൻറ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പ്ലസ് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. തന്നിരിക്കുന്ന ഇൻറ്റഗ്രലിനെ i1 പ്ലസ് i2 ആയിട്ട് എടുക്കണം. i1 i2 സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് i ഈക്വൽ ടു i1 പ്ലസ് i2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഇൻറ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും നമ്മൾ. അതേ സിമിലറായ മെത്തേഡാണ് ഇതിനും അപ്ലൈ ചെയ്യുന്നത്. നമുക്കതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇന്റഗ്രൽ 1/x square minus 6x plus 13 dx. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 6x plus 13 സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 6x ആണുള്ളത്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഹാഫിൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. എക്സിൻ്റെ കോയിഫിഷ്യൻ പോസിറ്റീവ് വാല്യൂ എടുത്താലും മതി. 6 എടുക്കാം. 6ൻ്റെ ഹാഫ് 3. 3യുടെ സ്ക്വയർ 9 മൈനസ് 9 ചെയ്യാം. പിന്നെ ഈ കോൺസ്റ്റന്റ് അതുപോലെ എഴുതാം. ഓക്കെ, എക്സിൻ്റെ കോയിഫിഷ്യൻ -6 എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻ 6 മനസ്സിൽ കാണാം. അതിൻ്റെ ഹാഫ് 3, അതിൻ്റെ സ്ക്വയർ 9. 9 ആഡ് ചെയ്യണം, 9 മൈനസ് ചെയ്യണം. പിന്നെ അവസാനം ഈ കോൺസ്റ്റന്റ് എഴുതണം. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആ ഫോമിലാണ് ഇരിക്കുന്നത്. സോ വി ഗെറ്റ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ് വരുന്നത്. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. പിന്നെ ബാക്കി വരുന്ന ഈ രണ്ട് കോൺസ്റ്റന്റ് കമ്പൈൻ ചെയ്യാം. 13 മൈനസ് 9 ഇസ് 4. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ആണ് വരുന്നത്. ചില പ്രോബ്ലത്തിൽ ഇവിടെ മൈനസ് വരും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം മാറും. ഇവിടെ ഇപ്പോൾ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 ആണ്. ഈ എക്സ് മൈനസ് 3ക്ക് പകരം നമ്മൾ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഈ ഫോം 1/t സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഫോമിലേക്ക് വന്നു. ഈ ഫംഗ്ഷൻ 1/t സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആ ഫോമിലേക്ക് വന്നു. അതായത് ഏതാ സ്റ്റാൻഡേർഡ് ഫോം? 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇന്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഇസ് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എ ഉള്ള സ്ഥലത്ത് 2 ആണ്, എക്സിന് പകരം ഇവിടെ ടി ആണ്. സോ 1/2 ടാൻ ഇൻവേഴ്സ് ടി ബൈ എ. 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എ ഇസ് 2. സോ 1/2 ടാൻ ഇൻവേഴ്സ് ടി ബൈ 2. സോ 1/2 ടാൻ ഇൻവേഴ്സ് x minus 3. t is equal to x minus 3. So x minus 3 by 2 plus c. One by 2 tan inverse x minus 3 by 2 plus c. ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് ഡയറക്റ്റും എഴുതാം. അപ്പോൾ ആദ്യം ആയതുകൊണ്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ ചെയ്തത്.
പിന്നീട് നമ്മൾ ഇതിന്റെ ആൻസർ ഡയറക്റ്റ് എഴുതും. 1/x²+ a². എക്സിലെ സ്ഥലത്ത് x-3 എന്ന് എഴുതിയാൽ മതി. 1/a tan inverse x/a. 1/a a is 2. tan inverse xന് പകരം x-3. ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം. Now next one, integral dx divided by root of 5x² minus 2x. ഇപ്പോൾ ഇവിടെ x²ന്റെ കോയിഫിഷ്യന്റ് 5നെ ബ്രാക്കറ്റിന് പുറത്ത് വെക്കണം. ആദ്യം 5 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം. 5 ഇൻറ്റു x² മൈനസ് 2/5x. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 2/5. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2/5 ഇൻറ്റു 1/2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/5 കിട്ടും. 1/5ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം, അതേ നമ്പർ മൈനസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വേറെ കോൺസ്റ്റന്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ 1/5 സ്ക്വയർ ആഡ് ചെയ്തു, അതേ നമ്പർ മൈനസ് ചെയ്തു. ആദ്യത്തെ 3 ടേംസ് ഒന്നിച്ച് ചേർക്കാം. എക്സ് ഇവിടെ മൈനസ് ആണുള്ളത്. സോ x minus 1/5 whole square. Okay, first 3 terms becomes x minus 1/5 whole square. Now last term is 1/5 whole square. Now this is of the form x² minus a². So given integral becomes, ഇവിടെ ഒരു 5 നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. സോ √5, റൂട്ടിൻ്റെ അകത്താണ് ഈ 5 ഇരിക്കുന്നത്. സോ √5 റൂട്ട് ഓഫ് x minus 1/5 whole square minus 1/5 whole square. ഈ x minus 1/5ന് t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് വരും? 1/√5 ഇൻ്റഗ്രൽ 1/√ ഓഫ് t² മൈനസ് 1/5 ഹോൾ സ്ക്വയർ. ഓക്കെ, ടി എന്ന് കൊടുക്കാണ്ടും ഡയറക്റ്റും ചെയ്യാം. ആദ്യം 1-2 പ്രാവശ്യം ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യണം. പിന്നീട് നമുക്ക് ഡയറക്റ്റ് x minus 1/5 തന്നെ എടുത്തിട്ട് ചെയ്യാം. This is of the form integral 1/√ of x² minus a² which is equal to log of modulus x plus root of x² minus a². സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാണോ നമ്മളവിടെ ഉപയോഗിക്കുന്നത് അതവിടെ നിർബന്ധമായിട്ട് എഴുതണം. ഇന്റഗ്രൽ 1/√ of x² minus a² dx is log modulus x plus root of x² minus a² plus c. So our integral is 1/√5 integral dt by root of t² minus 1/5 whole square. ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. 1/√5 log modulus t plus root of t² minus 1/5 whole square plus c. t ഉള്ള സ്ഥലത്ത് x minus 1/5 എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. 1/√5 log modulus x minus 1/5 plus root of x minus 1/5 whole square minus 1/5 whole square. ഇത് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതിയതാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് തന്ന ആ ഫംഗ്ഷനായിട്ട് തന്നെ എഴുതാം. x² minus 2x/5. So answer is 1/√5 log modulus x minus 1/5 plus root of x² minus 2x/5 plus c. Now 13th one. Integral x plus 2 divided by 2x² plus 6x plus 5 dx. Numerator is of the form px plus q. P numeratorനെ a into derivative of denominator plus b അതുപോലെ എഴുതണം. Derivative of denominator, that is derivative of 2x² plus 6x plus 4. Derivative of x² is 2x. 2 into 2x is 4x. Derivative of 6x is 6. ഈ ന്യൂമറേറ്ററിനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ന്യൂമറേറ്റർ എക്സ് പ്ലസ് 2 is equal to a into derivative of denominator plus b. Now equating coefficient of x. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് വരുന്നത് a into 4 ആണ്. ഓക്കെ, a into 4x plus 6 into a plus b അതാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ കോയിഫിഷ്യന്റ് വരുന്നത് 4a. So we get 4a is equal to 1. 1 equal to 4a, a is equal to 1/4. Now equate constant term. ഇവിടെ കോൺസ്റ്റന്റ് ടേം 2 ആണ്. RHSൽ കോൺസ്റ്റന്റ് ടേം 2 ടേംസ് ഉണ്ട്, 6a plus b. ശ്രദ്ധിച്ചിട്ട് എടുക്കണേ, ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട് 6a plus b. So 6a plus b is equal to 2. എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. So b is equal to 2 minus 6a. a is equal to 1/4. So 6 into 1/4. Cancelling 2 we get 3/2. 2 minus 3/2. Take 2 as denominator. 2 into 2 is 4. 4 minus 3/2 which is equal to 1/2. So value of b is equal to 1/2. ഈ x plus 2നെ a into a is 1/4. So 1/4 into 4x plus 6 plus b is 1/2 plus 1/2. ഇതുപോലെ എഴുതണം. ന്യൂമറേറ്ററിനെ നമ്മൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. So our integral x plus 2 ഉള്ള സ്ഥലത്ത് 1/4 into 4x plus 6 plus 1/2 എന്ന് എഴുതണം.
ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx. ഇനി ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്, അതുകൊണ്ട് ഈ ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1/4 ഇൻ്റഗ്രലിനെ പുറത്ത് വെക്കാം. 4x പ്ലസ് 6 ഡിവൈഡ് ബൈ 2x² പ്ലസ് 6x പ്ലസ് 5 dx പ്ലസ് സെക്കൻഡ് ടേം എടുക്കാം. 1/2 ഡിവൈഡ് ബൈ ഈ ഡിനോമിനേറ്റർ വരും. 1/2നെ ഇൻ്റഗ്രലിന് പുറത്ത് വെച്ചിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ 1/2x² പ്ലസ് 6x പ്ലസ് 5 dx. ഇപ്പം നമ്മുടെ ഐനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെ I1 പ്ലസ് I2 ആയിട്ട് എടുക്കണം. സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇതാണ്. ഇവിടെ നമ്മൾ എപ്പോഴും വരുന്നത് ഡിനോമിനേറ്റർ ടിയും അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റ് ഇൻ്റഗ്രൽ നമ്മൾ അതുപോലെയാണ് എടുത്തത്. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ dt ആയിട്ട് വരും. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ ബിക്കംസ് 1/4, ഒരു കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. ഇന്റഗ്രൽ 1/t dt. ഡിനോമിനേറ്ററിന് t എന്ന് കൊടുക്കണം. ന്യൂമറേറ്റർ 4x പ്ലസ് dx is equal to dt എന്ന് വരും. Integral of 1/t is log modulus of t. So we get 1/4 log modulus of t plus c1. ഇവിടുത്തെ കോൺസ്റ്റന്റിനെ c1 ആയിട്ട് എടുക്കാം. So this is equal to 1/4 log t is equal to 2x² plus 6x plus 5. So 1/4 log modulus of 2x² plus 6x plus 5 plus c1. ഇനി നമ്മൾ I2 കണ്ടുപിടിക്കണം. I2 is equal to 1/2 integral 1/2x² plus 6x plus 5. ആദ്യം നമ്മൾ ഈ 2x² plus 6x plus 5നെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2നെ കോമൺ ആയിട്ട് പുറത്തു വെക്കണം. ബാക്കി രണ്ട് ടേംസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ x² plus 6x/2 is 3x, 5/2. Okay, taking 2 outside we get 2 into x² plus 3x plus 5/2. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 3, അതിൻ്റെ ഹാഫ് 3/2. 3/2 സ്ക്വയർ ആഡ് ചെയ്യണം, 3/2 സ്ക്വയർ മൈനസ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് വരുന്ന കോൺസ്റ്റന്റ്, അവിടെ ഇരിക്കുന്ന കോൺസ്റ്റന്റ് അതുപോലെ എഴുതാം. Now combining these three terms we get x plus, ഇവിടെ പ്ലസ് ആണിരിക്കുന്നത്. സോ x plus 3/2 whole square. Okay, a² plus 2ab plus b square, a plus b whole square, x plus 3/2 whole square. Now here 5/2 minus 3/2 whole square is 9/4. 5/2 minus 9/4. Take denominator 4. 5 into 2 is 10. Denominator 4 ആക്കണമെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So 5 into 2, 10. 10 minus 9 divided by 4. 10 minus 9 is 1. So this term is 1/4 which is equal to 1/2 whole square. ആദ്യത്തെ ടേം അതുപോലെ ഉണ്ടാകും. x plus 3/2 whole square plus 1/2 whole square. ബ്രാക്കറ്റിന് പുറത്തൊരു 2 ഉണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ഈ 2 അതുപോലെ അവിടം വരെ എഴുതണം. 2 into x plus 3/2 whole square plus 1/2 whole square. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രൽ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉണ്ടാവുക. ഓക്കെ, സോ I2 is equal to 1/2 integral 1/2x² plus 6x plus 5 dx. ഇതിനെ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഒരു 2 ഉണ്ട്. സോ വി ഗെറ്റ് 2 into x plus 3/2 whole square plus 1/2 whole square dx. ഈ 2 into 2 1/4 ഇവിടെ ഇന്റഗ്രലിന് പുറത്ത് വെക്കണം. ഈ 2 into 2 1/4 ഇവിടെ വെച്ചിട്ടുണ്ട്. Now this is of the form x² plus a². ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്ട് ഡയറക്റ്റ് ആൻസർ ഏതാ നമുക്ക്. x² plus a², 1/x² plus a². Integral of 1/x² plus a² is 1/a tan inverse x/a. ഇപ്പോൾ x ഉള്ള സ്ഥലത്ത് x plus 3/2 എന്ന് എഴുതണം. a ഉള്ള സ്ഥലത്ത് 1/2. 1/a, a is 1/2. So 1/1/2 tan inverse x/a. x ഇവിടെ എന്താ, x plus 3/2. a 1/2. So x plus 3/2 divided by 1/2 plus c2. ഇതിൻ്റെ റെസിപ്രോക്കൽ 2 വരും. 1/4 into 2 tan inverse, take 2 as denominator, 2x plus 3/2 divided by 1/2. Divide by 1/2 ഇത് into 2/1 ആകും. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്കിവിടെ 2x plus 3 എന്ന് കിട്ടും. ഇവിടെയും ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും, 1/2 എന്ന് കിട്ടും. 1/2 tan inverse 2x plus 3 plus c2. അപ്പോൾ നമ്മുടെ I2 നമുക്ക് കിട്ടി. So I is equal to I1 plus I2 which is equal to 1/4 log modulus 2x² plus 6x plus 5 plus 1/2 tan inverse 2x plus 3 plus c. Integral x plus 3 divided by root of 5 minus 4x minus x² dx. ഇത് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്, x plus 3നെ
എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി ആയിട്ട് എഴുതണം. ഇവിടെ റൂട്ടിൻ്റെ അകത്ത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെന്നുള്ളത്. എക്സ് പ്ലസ് 3നെ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ബി ആയിട്ട് എഴുതണം. ന്യൂമറേറ്ററിനെ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കണ്ടൂ. 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ബി. Now derivative of 5 minus 4x minus x square is minus 4. Derivative of 5 0. Derivative of minus 4x is minus 4. Derivative of x square is 2x. So minus 2x. A into minus 4 minus 2x plus b. Now equating coefficient of x we get here coefficient of x is 1. Here coefficient of x is minus 2a. It terms minus 4a minus 2ax plus b. So x in the coefficient minus 2a. So 1 equal to minus 2a. A is equal to minus 1 by 2. Now equating constant term. ഇവിടുത്തെ constant term 3 ആണ്. ഇവിടെ രണ്ട് constant terms ഉണ്ട്. A into minus 4 plus b. Okay, രണ്ട് constant term ഉണ്ട്. Minus 4 into a plus b ആണ്. So we get 3 is equal to minus 4a plus b. b is equal to 3 plus 4a. A is minus 1 by 2. So 4 into a is 4 into minus 1 by 2. So 3 minus 4 by 2. 4 by 2 is 2. 3 minus 2 is 1. So b is equal to 1. A is minus 1 by 2. B is equal to 1. അപ്പോൾ ഈ x plus 3നെ minus 1 by 2 into minus 4 minus 2x plus 1 എന്ന് എഴുതണം. ഓക്കെ, സെയിം ടേം തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്താൽ കിട്ടുക. നമുക്ക് ഇൻറ്റഗ്രൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് പ്ലസ് 3നെ ഇതുപോലെ എടുക്കണം. സോ എക്സ് പ്ലസ് 3 is equal to a into minus 4 minus 2x plus b, where a is equal to minus 1 by 2, b is equal to 1. So x plus 3 is minus 1 by 2 into minus 4 minus 2x plus 1. So given integral I is equal to x plus 3 ഉള്ള സ്ഥലത്ത് ഈ എക്സ്പ്രഷൻ എഴുതണം. minus 1 by 2 minus 4 minus 2x plus 1. ഇനി ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. സോ വി ഗെറ്റ് മൈനസ് 1 by 2. ഈ കോൺസ്റ്റന്റ് ഇന്റഗ്രലിൽ പുറത്ത് വെക്കണം. minus 4 minus 2x ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 5 minus 4x minus x square dx പ്ലസ് സെക്കൻഡ് ഇന്റഗ്രൽ ഇസ് 1 by റൂട്ട് ഓഫ് 5 minus 4x minus x square dx. ഇതിനെ I1 പ്ലസ് I2 ആയിട്ട് എടുക്കാം. I1 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഈ 5 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കണം. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ 1 by റൂട്ട് ടി. പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്, നമ്മൾ പഠിച്ച 6 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. I1 equal to minus 1 by 2 integral minus 4 minus 2x divided by root of 5 minus 4x minus x square dx. Okay, take this expression as t. Its derivative is numerator. Minus 4 minus 2x dx is equal to dt. So first integral I1 becomes minus 1 by 2 integral 1 by root t dt. Root t is 1 by 2, 1 by root t is t raised to minus 1 by 2. Integral of t raised to minus 1 by 2 is t raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1. Minus 1 by 2 plus 1 is 1 by 2. So we get minus 1 by 2. T raised to 1 by 2 divided by 1 by 2. P 1 by 2, 1 by 2 cancel ഇത് പോകും. Minus t raised to 1 by 2. That is minus root t. Now t is equal to 5 minus 4x minus x square. So root t. Root of 5 minus 4x minus x square. So answer is minus root of 5 minus 4x minus x square plus c1. ഇനി നമ്മൾ I2 കൂടി കണ്ടുപിടിക്കണം. I2 equal to integral 1 by root of 5 minus 4x minus x square സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഈ മൈനസ് സൈൻ കോമൺ ആയിട്ട് പുറത്ത് വെക്കണം. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 1 അല്ല, മൈനസ് 1 ആണ്. ആ മൈനസ് 1നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇൻസൈഡ് ബ്രാക്കറ്റ് വി ഗെറ്റ് എക്സ് സ്ക്വയർ മൈനസ് 4x ഉള്ളത് പ്ലസ് 4x ആകും, 5 ഉള്ളത് മൈനസ് 5 ആയിട്ട് മാറും. Now take coefficient of x. Xന്റെ coefficient 4 ആണ്. അതിന്റെ ഹാഫ് 2 എടുക്കണം. 2 സ്ക്വയർ ആഡ് ചെയ്യും, 2 സ്ക്വയർ മൈനസ് ചെയ്യും വേണം. പിന്നെ ഈ അവസാനം മൈനസ് 5. ആ കോൺസ്റ്റന്റ് അതുപോലെ എഴുതാം. Now combining first 3 terms we get x plus 2 whole square. Then minus 4 minus 5 is minus 9. Okay, minus of x plus 2 whole square minus 9 which is equal to 9 minus x plus 2 whole square. 9 is 3 square. So 3 square minus x plus 2 whole square. So given integral becomes integral 1 by root of 3 square minus x plus 2 whole square. 1 by root of a square minus x square. What is integral of 1 by root of a square minus x square?
സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സിലെ സ്ഥലത്ത് എക്സ് പ്ലസ് 2 എന്ന് എഴുതണം, എയിലെ സ്ഥലത്ത് 3 എന്ന് എഴുതണം. ഇൻ്റഗ്രലിൻ്റെ ഫോർമുല അവിടെ എഴുതി വെക്കാം. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു 3. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ബൈ 3 പ്ലസ് C2. Now we have I is equal to I1 plus I2. I1 is minus root of 5 minus 4x minus x square. I2 is sin inverse x plus 2 by 3 plus C. C1 plus C2 രണ്ടും ചേർത്തിട്ട് പ്ലസ് C എന്ന് എടുക്കണം. ഇന്ന് പഠിച്ച 6 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് കൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. എക്സസൈസ് 7.3 ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം അന്നേരം ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ ഒന്നും കൂടി അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഈ ഫോർമുലാസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. അവസാനം വരുന്ന 4 ഫോംസ് എങ്ങനെ സോൾവ് ചെയ്യണം അതും കൂടി മനസ്സിലാക്കി വെക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് മാറും. ആദ്യം ഇക്വേഷൻസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.